എടാ, ഈ പൈസ ഇല്ലേ, ഈ പൈസ എന്ന് പറയുന്ന സാധനത്തിന് നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുതരാനുള്ള കഴിവൊന്നുമില്ല. നിന്റെ സന്തോഷം നീ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷേ എന്ത് വേണം? കയ്യിൽ പൈസ വേണം. ഈ പറയുന്ന നിന്റെ സ്വപ്നങ്ങൾ, നിന്റെ സന്തോഷം, ഇതൊക്കെ നീ തേടി പോകുമ്പോൾ നിനക്ക് പുറമേ പോകാൻ, നിനക്ക് അതിൻ്റെ പുറകെ പോകുമ്പോൾ നിൻ്റെ കയ്യിൽ എന്ത് വേണം? പൈസ ഉണ്ടെങ്കിലേ പറ്റൂ. ഈ 18, 20, 22 വയസ്സൊക്കെ ആയ എൻ്റെ അനിയന്മാരോടാണ് കേട്ടോ. നിങ്ങൾ ഈ ക്ലാസ്സിനകത്ത് ഇരുന്ന് ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് PhD എടുത്ത് അങ്ങനെയൊക്കെ പോയി ഏതാണ് ആരെങ്കിലും കീഴിൽ പോയി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങളൊക്കെ ഇത്രത്തോളം കിടന്ന് പഠിച്ച്, ഈ പറയുന്ന ഇത്രയും വർഷം കിടന്ന് പഠിച്ച് ഇതായിട്ട് എന്ത് നേടിയെടുക്കുമെന്നാണ് നിങ്ങൾ ഇത് പറയുന്നത്? അവരെയൊക്കെ വായിരിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾക്ക് സമയമുണ്ട്, ആവശ്യത്തിന് സമയമുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന വിദ്യാഭ്യാസം അതൊരു സൈഡായിട്ട് കിടക്കട്ടെ. നിങ്ങളെല്ലാവരും അവരുടേതായ രീതിയിൽ, നിങ്ങളുടേതായ രീതിയിൽ, ഈ ഇന്ത്യ മഹാരാജ്യം പോലൊരു സ്ഥലത്ത് നമുക്ക് എന്തും ചെയ്യാം. നന്നായിട്ട് നല്ല രീതിയിൽ ആരെയും വെട്ടിക്കാതെയും തട്ടിക്കാതെയും പറ്റിക്കാതെയൊക്കെ നമുക്ക് എന്തും ചെയ്യാം. പക്ഷേ ഈ പറയുന്ന, എനിക്ക് ഒരു കാശുകൾ പറയാം, നമ്മൾ ഈ 4 ചുവരിനകത്തിരുന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം അല്ല ഈ പറയുന്ന വിവരം എന്ന് പറയുന്ന സാധനം. വിവരം വേറെ, വിദ്യാഭ്യാസം വേറെ. പിന്നെ നിനക്ക് നീയെ കാണും ഒരു സമയം കഴിയുമ്പോൾ. എത്ര വലിയ കമ്പനിയിൽ കയറി ഞാൻ ഈ കമ്പനിയുടെ CEO ആണ്, അല്ലെങ്കിൽ മാനേജറാണ്, MD ആണ് എന്നൊക്കെ പറയുന്നുണ്ടെന്ന് ഒരർത്ഥമില്ല. അതൊക്കെ അവിടെ തീർന്നു. അത് എന്താണ് അവർക്ക് ആവശ്യം? നീ എന്ന് പറയുന്ന വ്യക്തിയല്ല. നിനക്ക് അവർ മാസം ശമ്പളം തരുന്നുണ്ട്, നിന്നെ കൊണ്ട് അവർ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട നിൻ്റെ കഴിവാണ്. നിൻ്റെ കഴിവ്, നിൻ്റെ ഐഡിയ, നിൻ്റെ ബുദ്ധി, നീ എന്ത് ചിന്തിക്കും. ഒരുപക്ഷെ ഈ പറയുന്ന മാനേജ്മെൻറ്റിലെ ആരും, ഈ പറയുന്ന മാനേജ്മെൻറ്റോ ഓണേഴ്സോ ആരും ചിന്തിക്കാനോ അവരൊക്കെ കയ്യിൽ പൈസ ഉണ്ട്, അവർക്ക് ഐഡിയ ഇല്ല. നിൻ്റെ കയ്യിൽ പൈസ ഇല്ല, നിനക്ക് ഐഡിയ ഉണ്ട്. അതാണ് അവർക്ക് ആവശ്യം. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിൻ്റെ ഐഡിയ ചെറിയ രീതിയിലായാലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു പരിപാടി സെറ്റ് ചെയ്യുക. അവരുടേതായിട്ടുള്ള ജീവിതങ്ങൾ ജീവിക്കാനുള്ള സെറ്റപ്പ് നോക്കുക. ആരുടെയും കീഴിൽ, ആരെയും അടിമയായിട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ?